എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറിലേക്ക് സ്വാഗതം. മൂലം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസ് ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. മൂലം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2024 personal transformation, courage, healing, guidance, protection, blessing. ആദ്യം തന്നെ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാറ്റങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറി മറിയുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. ജോലി സംബന്ധമായിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് വളരെയധികം അനിവാര്യമായിട്ട് തോന്നുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട് ഈ ഒരു മാസത്തിൽ. അതായത് അനിവാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളായിട്ട് ഇപ്പോൾ ജോലിയിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു, മനസ്സുകൊണ്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതല്ലാതെ നിങ്ങളുടെ ഒരു സമയത്തിന്റെ അടിസ്ഥാനത്തിലും ഒരു മാറ്റം അനിവാര്യമായിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോ ഒരു ജോലിയിലുണ്ട്, ആ ജോലിയിൽ നിങ്ങൾ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ കടിച്ചു തൂങ്ങിക്കിടക്കുക എന്നൊക്കെ നമ്മൾ പറയില്ല, വേറൊരു രക്ഷയും ഇല്ലാത്തതുകൊണ്ട് മാത്രം നിൽക്കുന്നു എന്നുള്ളൊരു സാഹചര്യമാണെങ്കിൽ ജോലി മാറാൻ പറ്റിയൊരു സമയമാണ്. അപ്പോൾ നിങ്ങളിത് എപ്പോഴാണ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളത് അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. ആപ്ലിക്കേഷൻസ് അയച്ചുകൊള്ളുക, ഒരിക്കലും ഒരു ആത്മവിശ്വാസക്കുറവ് വരുത്താതെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. ജോലി മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ പൂർണ്ണ മനസ്സോടു കൂടിയിട്ട് ആഗ്രഹിച്ചിട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും അത് നടക്കുന്നുണ്ട്. അതിനു വേണ്ടുന്ന ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. പിന്നെ വേറെ ചില ആളുകളെ സംബന്ധിച്ച് നമ്മളെപ്പോഴും പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ അത് എളുപ്പമായിരിക്കണമെന്നില്ല എല്ലാവർക്കും എന്നുള്ളതല്ല, പൊതുവെ ആളുകൾക്ക് ആർക്കും തന്നെ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ഒരിക്കലും എളുപ്പമായിരിക്കില്ല. പക്ഷെ അതിനെ നമ്മൾ മനസ്സറിഞ്ഞ് സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ പറയുമല്ലോ, പ്രാർത്ഥിക്കുന്ന സമയത്ത് പറയുന്ന കാര്യമാണ്. അതായത് ഏതൊരു പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള ഒരു ധൈര്യം തരണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതായത് പ്രതിസന്ധികൾ ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കില്ല. അപ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാവും, പക്ഷെ അതിനെ തരണം ചെയ്യാനുള്ള കഴിവ് നമ്മൾക്ക് ഉണ്ടാകണം, ആത്മധൈര്യം ഉണ്ടാകണം എന്നുള്ളതാണ്. അതുപോലെയാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്ന സമയത്ത് അതിനെ നല്ല രീതിയിൽ മനസ്സിലാക്കി സ്വീകരിച്ച് അതിനെ തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു മനഃശക്തിയോടുകൂടി പോവുകയാണെങ്കിൽ അത് കുറച്ചുകൂടി എളുപ്പമായിട്ട് നമ്മൾക്ക് അത് മറികടക്കാൻ പറ്റും. പക്ഷെ എന്തെങ്കിലും കൊച്ചു കൊച്ചു തടസ്സങ്ങൾ വരുമ്പോൾ മാനസികമായിട്ട് ഒത്തിരി തളർന്ന് അല്ലെങ്കിൽ എല്ലാത്തിനെയും പഴി പറഞ്ഞ് എനിക്ക് മാത്രം ഇങ്ങനെയാണ് എപ്പോഴും എന്നൊക്കെയുള്ള ചിന്തയിലേക്ക് പോവുകയാണെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മനസ്സാന്നിധ്യത്തോട് കൂടിയിട്ട് ഈശ്വരഭക്തിയിൽ മുന്നോട്ടേക്ക് പോയാൽ എല്ലാ മാറ്റങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അനുകൂലമായിട്ടാണ് വരുന്നത്. പക്ഷെ അതിലൂടെയുള്ള കടമ്പകൾ എളുപ്പമായിരിക്കണമെന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക. ഒന്നും നിങ്ങൾക്കൊരു ശാപമോ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയോ അല്ല, മറിച്ച് ഈ ഒരു മാറ്റം നിങ്ങൾ ശ്രമിക്കാതിരിക്കുന്നത് കൊണ്ട് ചില ആളുകളെ സംബന്ധിച്ച് ജോലി നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം വന്നേക്കാം. കാരണം നിങ്ങൾ മനസ്സറിഞ്ഞ് ഈ ജോലി താല്പര്യമില്ല, എന്നിട്ടും ഇതിൽ തുടരുന്നു, ഇതിൽ നിന്ന് മാറാനും ശ്രമിക്കുന്നില്ല, നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല. അതുകൊണ്ട് ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുകയാണ്. നിങ്ങളായിട്ട് ജോലി നിന്ന് മാറാത്തതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് പിരിച്ചുവിടുന്നു, ടെർമിനേഷൻ ലെറ്റർ കിട്ടുന്നതായിട്ട് കാണിക്കുന്നു ചില ആളുകൾക്ക്. അപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ ജോലിക്ക് പോയി ട്രൈ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ആത്മധൈര്യം, വളരെയധികം ആത്മധൈര്യം ഈ ഒരു മാസത്തിൽ പറയുകയാണെങ്കിൽ പൊതുവെ തുടക്കത്തിൽ അത്ര വലിയൊരു ആത്മധൈര്യം ഒന്നും എല്ലാ കാര്യത്തിലും നിങ്ങൾ കാണിച്ചൊന്നും വരില്ല. പക്ഷെ മുന്നോട്ടേക്ക് പോകും തോറും നിങ്ങൾ കുറച്ചുകൂടി ആത്മധൈര്യം പ്രകടിപ്പിക്കുന്നുണ്ട് പല കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിലും എല്ലായിടത്തും അല്ലെങ്കിലും ഒരു പരിധി വരെയുള്ള ഇടങ്ങളിലൊക്കെ നിങ്ങളുടെ മനസാന്നിധ്യം കൊണ്ട് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. കുട്ടികളുമായിട്ടുള്ള, അതായത് നിങ്ങളും മക്കളും അച്ഛനമ്മമാരും, അതായത് അച്ഛനമ്മമാരും മക്കളും തമ്മിൽ, അതിന് ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും നിങ്ങൾ തമ്മിലുള്ളൊരു ബന്ധത്തിൽ കുറച്ച്, അതായത് ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതിയുള്ള ആളുകളാണ്. അപ്പോൾ രണ്ടുപേരുടെയും ചിന്തകൾ തമ്മിൽ ചേർന്ന് പോകാതെയുള്ള വാക്തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വാക്തർക്കം, പ്രശ്നം, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ ഒരിക്കലും ഒരേപോലെ ചിന്തിക്കില്ല എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും വഴക്കുകളും കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാവും, പ്രത്യേകിച്ച് പാരന്റ്സും കുട്ടികളും തമ്മിൽ. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾ ഒത്തിരി പ്രായമായിട്ടുള്ള പാരന്റ്സും നിങ്ങൾ തമ്മിൽ ആണെങ്കിൽ ഒരുപക്ഷെ ഒത്തിരി പ്രായമാകുമ്പോൾ അവർക്കത് മനസ്സിലായെന്ന് വരില്ല. അതേപോലെ തീരെ അത്യാവശ്യം
ടീനേജേഴ്സ് ആയിട്ടുള്ളവർ, ഓരോ പ്രായത്തിലുള്ളവർക്കും അതിൻ്റെതായിട്ടുള്ള ചിന്താഗതിയിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ നല്ല മനോധൈര്യത്തോടു കൂടി അതിനെ നേരിടുകയും എടുത്തു ചാടി പ്രവർത്തിക്കാതിരിക്കുക, മനസ്സംയമനം ഒക്കെ കുടുംബ അന്തരീക്ഷം ശിഥിലമാക്കാതിരിക്കാനായിട്ട് സഹായിക്കുന്നു. നല്ല രീതിയിൽ ബന്ധങ്ങളിൽ ഒത്തുപോകാൻ. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കുറച്ച് പക്വതയോട് കൂടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അതേപോലെ അനാരോഗ്യം ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നവരായിരുന്നു അടുത്തിടെയായിട്ട്, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരായിരുന്നെങ്കിൽ ആ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾ പൂർവാധികം ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുന്നു, ശക്തിയോട് കൂടിയിട്ട് തിരിച്ചു വരുന്നു എന്ന് പറയുന്ന പോലെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, പ്രഷർ, കൊളസ്ട്രോൾ അതുപോലെയുള്ള രോഗങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പെട്ടെന്ന് കിതയ്ക്കുക അതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്നവർക്ക് അതൊക്കെ മാറിക്കിട്ടുന്നത്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ ഏത് ഡോക്ടറാണ് ചികിത്സിക്കുന്നത് ഡോക്ടർ മാറുന്നുണ്ടാവാം. അപ്പോൾ പുതിയ ഡോക്ടർ വരുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവാം. ആരോഗ്യപരമായിട്ടുള്ളത്, ശാരീരികമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും മാനസികമായിട്ട് ഒത്തിരി സംഘർഷം അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അടുത്തിടെയായിട്ട് മാനസിക സംഘർഷങ്ങൾ കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ ജോലിയിൽ ഒത്തിരി സംഘർഷം അനുഭവിക്കുന്ന ആളുകളാണെങ്കിലാണ് നേരത്തെ പറഞ്ഞത് ജോലി മാറാൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം, കാരണം അതിന് പറ്റിയ സമയമായതുകൊണ്ടും. അതല്ലാതെ മറ്റു തരത്തിലുള്ള സംഘർഷങ്ങൾ ഇപ്പോൾ മറ്റു ആളുകളുമായിട്ട് ചുറ്റുപാടുമുള്ള വ്യക്തികൾ, നിങ്ങളുടെ അയൽവാസികളായിരിക്കാം, മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ ഒരു കാര്യത്തില് നിങ്ങൾ കുറച്ച് മനധൈര്യം പ്രകടിപ്പിക്കുകയും അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് എടുക്കുകയൊക്കെ ചെയ്യുന്നത് മാനസികാരോഗ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ. അതല്ല ഇനി കുറച്ച് ആങ്സൈറ്റി, ഡിപ്രഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് കൂടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് വേണ്ടുന്ന കൗൺസിലിങ്ങും കാര്യങ്ങളും ഒരു സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റിനെയൊക്കെ കാണാനായിട്ട് ശ്രമിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഗൈഡൻസ് എനർജിയാണ്. ഇവിടെ ചില ആളുകൾ വിദ്യാഭ്യാസ സംബന്ധമായിട്ട് പുതിയ കോഴ്സിന് ചേരുന്നോ, ട്യൂഷന് ചേരുന്നതോ, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രെയിനിങ് ഇപ്പൊ എൻട്രൻസോ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനൊക്കെ എക്സ്ട്രാ സ്കൂൾ കോളേജ് അല്ലാതെ എക്സ്ട്രാ എന്തെങ്കിലും ക്ലാസ്സസിനൊക്കെ ചേരുന്ന ഒരു സാഹചര്യമൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് ഉള്ള കാര്യങ്ങളിൽ ഒത്തിരി പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതെങ്കിൽ 10ാം ക്ലാസ്സിൽ 12ാം ക്ലാസ്സിലൊക്കെ ആയി ആ ഒരു സാഹചര്യം, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലുള്ളവർ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം, നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു സമയത്ത്, ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. ആ ഒരു തീരുമാനം വളരെയധികം നിങ്ങൾ ഈ ഒരു സമയത്ത് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് പറ്റുന്ന സമയമായതുകൊണ്ട് തന്നെ ആ ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഒരു വലിയ അനുഗ്രഹമായിട്ട് മാറുന്ന സമയം കൂടിയിട്ടാണ് ഇത് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ദൈവാനുഗ്രഹം നമ്മൾ പറയുമല്ലോ, നാവിൽ സരസ്വതി വിളയാടുകയാണെന്ന് പറയും. അതായത് നമ്മൾ ആ സമയത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ ആയിരിക്കും വരുന്നത്. വളരെയധികം നാവിൽ സരസ്വതി ഉള്ള പോലെ കാര്യങ്ങളൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പറയുന്നത് അതുപോലെ തന്നെ നടക്കുന്ന ഒരു സാഹചര്യമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് നമ്മൾ പറയുമല്ലോ, നമ്മൾ പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറയണം എന്നുള്ളത്, അതുപോലെ ഒക്കെ പറയാനുള്ള കഴിവ്. അപ്പോൾ എന്തെങ്കിലും ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, വൈവൊക്കെ ചെയ്യുന്നവരാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ ചോദ്യോത്തര വേളയിലൊക്കെ എന്തെങ്കിലും കോമ്പറ്റീഷൻസിലൊക്കെ പോകുന്ന സമയത്തൊക്കെ വളരെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് ദൈവാനുഗ്രഹം നല്ലതുപോലെ ഉള്ളത് കൊണ്ട് പല കാര്യങ്ങളിലും മികച്ചു നിൽക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്. കുടുംബത്തിലെ ജീവിതത്തിൽ, അതായത് വൈവാഹിക ജീവിതത്തിൽ വളരെയധികം ഒരു ബ്ലെസ്സിങ് ആണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രഗ്നൻസി മറ്റു കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, കുട്ടികൾ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. അതുപോലുള്ള ഒരു സാഹചര്യം, അങ്ങനെയുള്ള ബ്ലെസ്സിങ്സ് ഒക്കെ വരുന്ന സമയം കാണിക്കുന്നു. പിന്നെ ജീവിതത്തിലേക്ക് പുതിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പേഴ്സണൽ ലൈഫിലെ നേട്ടങ്ങൾ. അതായത് വീട് വാങ്ങിക്കുക, വാഹനം വാങ്ങിക്കുക, അതുപോലെയുള്ള കാര്യങ്ങൾ, ഫാമിലിയിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്നുള്ള രീതി വലിയ അതായത് വീട്ടില് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വീടൊക്കെ ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ വീട്ടിലേക്ക് വേണ്ടുന്ന ആവശ്യം വരുന്ന കുറച്ച് വിലപിടിപ്പുള്ള വലിയ ഫർണിച്ചറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വാങ്ങിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാവാം. ചില ആളുകൾ മാറ്റങ്ങൾ വരുത്തുന്നത് ഇപ്പോൾ സോളാറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സോളാർ പവറിലൂടെ ഇലക്ട്രിസിറ്റി അതോ അല്ലെങ്കിൽ ബയോഗ്യാസ്, അതേപോലെ വ്യത്യാസങ്ങൾ കുടുംബത്തിൽ വരുത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.